നമസ്കാരം. നമ്മളുടെ രോഗികൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഹൃദ്രോഗം എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട്. ഡോക്ടർമാർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലും വീഡിയോസിലും പുസ്തകങ്ങളിലും വായിക്കും. എന്നാൽ ഏറ്റവും സാധാരണമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതും മാറ്റിയെടുക്കാൻ സാധിക്കാത്തതുമായുള്ള രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. എന്താണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്? നമ്മളുടെ കൺട്രോളിലുള്ള, നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നത്. അതായത് അമിതമായ പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, പുകവലി, വ്യായാമമില്ലായ്മ, അമിതമായ ഭക്ഷണം. ഇത് ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഹൃദ്രോഗത്തിനെ തടയാൻ സാധിക്കും. എന്നാൽ എന്താണ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്? നമുക്കറിയാം, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, പുകവലിയില്ല, നല്ല വ്യായാമമുള്ള ഒരു വ്യക്തി 19 വയസ്സ് പെട്ടെന്ന് ഹൃദ്രോഗം വന്നു എന്ന് കേൾക്കാം. അവർക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങളിലൊന്ന് ജനിതകമായ വ്യത്യാസങ്ങളാണ്. ചില കുടുംബങ്ങളിലെ പാരമ്പര്യമായി ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടിയിരിക്കുന്ന അവസ്ഥ. അതായത് 500കളിലും 1000കളിലുമായിരിക്കും ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ, ഹോമോസിസ്റ്റീൻ ലെവൽസ് കൂടുന്ന, ഇങ്ങനെ സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാകാൻ സാധിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ചില കുടുംബങ്ങളിൽ കാണുന്നതുമായ ചില ഭാഗങ്ങളാണ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതുപോലെ പ്രായം കൂടിക്കൂടി വരുന്നത്, പുരുഷനായി ജനിക്കുന്നത്, മാസമുറ കഴിഞ്ഞു പോകുന്നത്, ഇതൊക്കെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഈ രണ്ട് ഘടകങ്ങൾ നമ്മുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിന് ഒരു ഉദ്ദേശം കിട്ടുക തന്നെ ചെയ്യും. താങ്ക് യു.